ഇപ്പോൾ കുറച്ചായിട്ട് നേരത്തെ എണീച്ച് ഇപ്പോൾ നേരത്തെ എണീക്കാൻ ഭയങ്കര മടിയാണ്. എണീച്ചാലും നമ്മളിങ്ങനെ അടുക്കളയിൽ കിടന്നിട്ട് ഉറക്കം തൂങ്ങിയിട്ടാട്ടോ ഓരോ സംഭവങ്ങളും ചെയ്യണത്. കാരണം നല്ല ഉറക്കം വരും. അപ്പോൾ ഇന്ന് നൈനിക്കുട്ടീനൊക്കെ ഇങ്ങനെ പറഞ്ഞു വിട്ടു. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും മുട്ടക്കറിയാണ് കേട്ടോ. എഗ്ഗൊന്നും അവളുടെ സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇവിടെ കഴിക്കാൻ വേണ്ടി കൊടുക്കും ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നൈനിക്കുട്ടീനെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് നൈനിക്കുട്ടീനെ പറഞ്ഞു വിടേണ്ട തിരക്കാണ് കേട്ടോ. അവൾക്ക് ഇവിടെ നിന്നൊക്കെ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. യൂണിഫോം ഇടാനും കുളിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ്. റെഡിയായി അവിടെ എത്തി കഴിയുമ്പോൾ ഒരു മുഖം അങ്ങോട്ട് മാറാൻ തുടങ്ങും. അവിടുത്തെ സ്കൂളിൻ്റെ ഗേറ്റ് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അമ്മ എടുക്കുക പറയും കേട്ടോ. ഇന്നാണെങ്കിൽ നൈക്കുട്ടി നല്ലോണം കരഞ്ഞു കേട്ടോ. അതുകൊണ്ട് എനിക്ക് തിരിച്ച് അവളെ കൊണ്ടാക്കിയിട്ട് വരുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നില്ല. അവളുടെ കരച്ചിലാണ് ഇങ്ങനെ ആകെ മൂഡ് ഓഫ് ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവളെ വിളിക്കാൻ പോയി. 12:15 വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ. അങ്ങനെ വന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ അവൽ വെച്ചിട്ട് ഒരു മിച്ചർ ഉണ്ടാക്കി കേട്ടോ. പക്ഷെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ നമ്മുടെ നാട്ടിലത്തെ സാധാ മിച്ചർ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് കടലമാവ് ഇങ്ങനെ കുഴക്കണ്ടേ, അപ്പോൾ എനിക്ക് മടിയായി. അതുകൊണ്ട് ഞാൻ ഈസി ആയിട്ട് അവൽ മിച്ചർ ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ശരി.